അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ വൽ ഫജ്രി വലയാലിൻ നശ്ർ എന്ന സൂറത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില സംഗതികൾ നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തേത് വൽ ഫജ്ർ എന്നതാണ്. അത് സംബന്ധമായിട്ട് ജബ്ബാർ പറഞ്ഞൊരു വിഡ്ഢിത്തം ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്റും എന്നാണ് അർത്ഥം എന്നാണ് ജബ്ബാർ അവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വൽ ഫജ്ർ എന്നതിലെ വാവ് അത് സത്യം ചെയ്യാനുള്ളതാണ് എന്നത് അറബി ഭാഷ അറിയുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ വൽ ഫജ്ർ, ഫജ്റിനെ കൊണ്ട് സത്യം, ലയാലിൻ നഷർ 10 രാത്രികൾ കൊണ്ടും സത്യം. ഇവിടെ ഈ ലയാലിൻ നഷർ എന്നത് എന്താണ് എന്ന് മുഫസ്സിറുകൾക്ക് തന്നെ ഒരു പിടിപാടും കിട്ടിയിട്ടില്ല എന്നാണ് ജബ്ബാർ പറഞ്ഞത്. വിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഈ ലയാലിൻ നഷർ എന്നതിനെ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഇവിടെ 2 സംഗതിയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ജബ്ബാർ പറഞ്ഞ ജാഹിലി കാലഘട്ടത്തിലുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നുള്ള ജബ്ബാറിൻ്റെ അബദ്ധ ജൽപ്പനമാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിന് മുമ്പ് പറയേണ്ടത് ഒരു പദം ഒരു പുസ്തകത്തിൽ, ഏത് പുസ്തകമായിരുന്നാലും ആ പുസ്തകത്തിൽ ആ പദം പ്രയോഗിക്കുമ്പോൾ അതിന് വല്ല ആശയവുമുണ്ടോ? ഇത് സംബന്ധമായി വിവരമുള്ള ആളുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണല്ലോ വിവരമില്ലാത്ത ആളുകൾ പരിശോധിക്കേണ്ടത്. ജബ്ബാർ എന്തായിരുന്നാലും വിശുദ്ധ ഖുർആൻ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല എന്നത് ജബ്ബാർ തന്നെ പറയുന്ന സംഗതിയാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം നെഞ്ചോട് ചേർത്ത് നെഞ്ചേറ്റി വരുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലെ ചില പദങ്ങളെടുത്തിട്ട് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത, അതിനെ സംബന്ധിച്ച് വേണ്ടത്ര ആധികാരികമായി പഠിച്ചിട്ടില്ലാത്ത ഒരുത്തൻ ഇത് അർത്ഥരഹിതമായിട്ടുള്ളൊരു പ്രയോഗമാണ് എന്ന് പറയുന്നതിലെ അർത്ഥരാഹിത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ വൽ ഫജ്ർ വലയാലിൻ നഷർ, ഫജ്ർ കൊണ്ട് സത്യം, 10 രാവുകൾ കൊണ്ടും സത്യം എന്ന് പറയുമ്പോൾ ഈ ഫജ്റും ലയാലിൻ നഷറും ഇതെന്തിനാണ് തൊട്ട് പറഞ്ഞിട്ടുള്ളത്? അത് മറ്റൊരു രീതിയിൽ കൂടി പരിശോധിക്കേണ്ടതാണ്. പഴയകാല ഇമാമുകൾ പറഞ്ഞിട്ടുള്ള അത് മാത്രമല്ല, വേറെ രീതിയിൽ കൂടി പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി, നേരത്തെ പൗരാണിക പണ്ഡിതന്മാർ പറഞ്ഞതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഫജ്ർ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. പ്രഭാതത്തിൻ്റെ ഏതൊരു കൂരിരുട്ടുള്ള രാത്രിക്ക് ശേഷവും ഒരു പ്രഭാതമുണ്ടാകും എന്ന ഇതുപോലുള്ള പ്രയോഗങ്ങൾ നമ്മളുടെ മലയാള ഭാഷയിൽ പോലുള്ളതാണ്. ഇവിടെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അനുഭവിച്ചു വരുന്ന പീഡനങ്ങളും മർദ്ദനമുറകളും ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ നഷർ എന്ന് പറയുന്നത്. 10 എന്നത് യഥാർത്ഥത്തിൽ ഇത്തരം എണ്ണങ്ങൾ ഏത് ഭാഷയിലും അത് കൃത്യമായിട്ടുള്ള എണ്ണം എന്ന അർത്ഥത്തിലല്ല പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ മലയാള കവിതകളിൽ നമ്മൾക്ക് അത്തരം ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. മഞ്ഞും വെയിലും മഴയുമായി കാലമെത്രയോ കഴിഞ്ഞുപോയി, 1000 മൊട്ടുകൾ പൂക്കളായി 1000 പൂക്കൾ കൊഴിഞ്ഞുപോയി എന്ന മലയാള കവിയുടെ ഈ പ്രയോഗം 1000 മൊട്ടുകളല്ലല്ലോ ഇവിടെ പൂക്കളായിട്ട് വിരിഞ്ഞിട്ടുള്ളത്. 1000 പൂക്കളല്ല കൊഴിഞ്ഞു പോയിട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ 1000 എന്ന പ്രയോഗം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അത് ധാരാളം എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ മലയാള ഭാഷയിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലുള്ള അറബി ഭാഷയിലും ഉണ്ട്.
അറബി ഭാഷയിൽ ഖുർആനിൽ ചിലപ്പം കാണാം സബഈൻ 70 എന്നുള്ള പദം അല്ലെങ്കിൽ ആ സംഖ്യ. ഈ 70 എന്ന സംഖ്യ പറയുന്നത് 70 എന്ന കൃത്യമായിട്ടുള്ള സംഖ്യ എന്നുള്ള അർത്ഥത്തിലല്ല, ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും വഇൻ തസ്തഗ്ഫിർ ലഹും 70 മർറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പാപമോചനം തേടുന്നതും തേടാതിരിക്കുന്നതും ഒക്കെ തുല്യമാണ്. നീ 70 തവണ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് മുനാഫിക്കുകൾ കപടവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 70 എന്നത് 71 എന്നാൽ പിന്നെ 71 തവണ ഇസ്തിഗ്ഫാർ പിന്നെ പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ 70 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര തന്നെ പ്രാർത്ഥിച്ചാലും അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ലയാലിൻ നഷർ, 10 രാവുകൾ. രാവു എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രതീകമാണ്. ഒന്ന് ഇരുട്ടിൻ്റെ പ്രതീകമായ രാത്രികൾ, മറ്റത് വെളിച്ചത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പ്രഭാതം. അപ്പോൾ എത്ര തന്നെ ഇരുട്ടുള്ള കൂരിരുട്ടുള്ള കുറ്റാക്കൂരിരുട്ടുള്ള രാത്രികൾക്ക് സമാനമായ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അക്രമമർദ്ദനങ്ങൾ അത് എത്ര തന്നെ നീണ്ടുപോയാലും ശരി, അതിനൊടുവിൽ ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതത്തെ എതിരേൽക്കാൻ പാകത്തിലാണ് നീ നിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന നൽകേണ്ടത് എന്ന ഒരു ഉപദേശത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ ധ്വനി കൂടി വൽഫജിരി വലയാലിൻ നഷർ എന്നുള്ളതിനുണ്ട്. അതുപോലെ തന്നെയാണ് വശഫി വൽ വത്തർ, ഒറ്റയും ഇരട്ടയും കൊണ്ട് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ തന്നെ കാണാൻ കഴിയുന്നൊരു സംഗതി എല്ലാം ഒരുപോലെയല്ല. ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നുണ്ടാവും. ഒറ്റയിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ട, ഇരട്ടയിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ എന്നതുപോലെ തന്നെ ഒരു ഭാഗത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണുള്ളതെങ്കിൽ മറുഭാഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവാം. ഈ അനുകൂല സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് പൊതുവിൽ തന്നെ മനുഷ്യർ ചിന്തിക്കുകയും അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ കൈയാളുകയും നയങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതേ അവസരം ഒരു പ്രബോധകനെ സംബന്ധിച്ച്, സത്യപ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും അദ്ദേഹം ഇത് സംബന്ധമായിട്ട് കൂടുതൽ ഗൗരവപൂർവം ചിന്തിക്കുകയും എന്നിട്ട് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഇതിനെ അനുകൂലമാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള എന്തൊക്കെ നയങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്, അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനു പറ്റിയ നയങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ കൈയാളുകയും ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ വശഫി വൽ വത്തർ, പിന്നെ പറഞ്ഞത് എന്താ, വല്ലൈലി ഇദാ യസ് എന്നാണ്. വല്ലൈലി ഇദാ യസ്, രാത്രി അത് സഞ്ചരിക്കുമ്പോൾ ആ രാത്രിയെ കൊണ്ടും സത്യം. അപ്പോൾ നേരത്തെ വലയാലിൻ നഷർ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇവിടെ വല്ലയിൽ, ഇവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. രാത്രി സഞ്ചരിക്കുമ്പോൾ, രാത്രി എന്ന് പറയുന്നത് മനുഷ്യന് തൻ്റെ ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ അപകടങ്ങളാണ് അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സംഗതികളാണ് വന്നു ഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റാത്ത കുരിരുട്ടുള്ള സന്ദർഭങ്ങളായതുകൊണ്ട് ആ രാത്രി അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ ആ രാത്രി കഴിഞ്ഞു പോകുമ്പോഴും കഴിഞ്ഞു പോയാൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൂടി നിങ്ങൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സംഗതി. പിന്നെ ജബ്ബാർ പറഞ്ഞിട്ടുള്ള ഇത് ജാഹിലി കാലഘട്ടത്തിൽ 10 രാവുകളെന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിൽ
അറബികൾ കൈക്കൊണ്ടിരുന്ന ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ ഒരു ജാഹിലി സംസ്കാരത്തിൻ്റെ ഒരംശം ഇസ്ലാം സ്വീകരിക്കുന്നു എന്നാണ് അതിലൂടെ വരുന്നതെന്നൊക്കെയാണ് ജബ്ബാർ തട്ടിവിടുന്നത്. യഥാർത്ഥത്തിൽ ജബ്ബാറിന് അറബികളുടെ ചരിത്രം അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ ഇത്തരം ഒരു വാദഗതി ഉന്നയിക്കുവാനുള്ള ജബ്ബാറിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് മക്കയിൽ ഈ ജാഹിലിയത്ത് ഉടലെടുത്തിട്ടുള്ളത് അത് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. മക്കയിൽ നേരത്തെ ഈ വിഗ്രഹാരാധനയും തജ്ജന്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചാൽ അവിടെ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. നൂറ്റാണ്ടുകൾക്ക് ശേഷം കഅബ പണിത് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് മക്കയിൽ വിഗ്രഹാരാധനയും തജ്ജന്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത്. ഇതിന് കാരണക്കാരനാരാണ്? അംർ ഇബ്നുൽ ലുഹയ്യ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം ഷാമിലോ മറ്റോ കച്ചവടത്തിന് പോയപ്പം അവിടെയുള്ള ആളുകൾ വിഗ്രഹപൂജ നടത്തുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് തർക്കമില്ലല്ലോ. മുമ്പിൽ യാതൊന്നിൻ്റെയും രൂപമില്ലാത്ത നിർഗുണനായിട്ടുള്ള, അങ്ങനെയാണല്ലോ, നിർഗുണനായിട്ടുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരു സഗുണനായിട്ടുള്ള ദൈവത്തെ എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന ഉള്ള ഒന്നിനെ കൊണ്ടുവച്ചാൽ അതായിരിക്കും നല്ലത് എന്നുള്ള നിലക്കാണ് അംർ ഇബ്നുൽ ലുഹയ്യ് ഇവരിൽ നിന്ന് ഒരു വിഗ്രഹത്തെ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹം. ഈ അംർ ഇബ്നുൽ ലുഹയ്യാണ് മക്കയിൽ ആദ്യമായിട്ട് വിഗ്രഹ പൂജയ്ക്ക് ബീജാവാപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം അവിടെ ഇതിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് കഅബയുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ വിഗ്രഹപൂജ നടത്തി തുടങ്ങിയിട്ടുള്ളത്. വിഗ്രഹപൂജ സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും, ഒരു ഉടലെടുക്കും. എന്നാൽ ഇതിൻ്റെയൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ രൂപപ്പെട്ടിരുന്നു എന്നത് ഇസ്ലാമിക ചരിത്രം, അറബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം മാത്രമല്ല അറബി ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടത് യഥാർത്ഥത്തിൽ ജാഹിലിയ്യത്തല്ല, അത് ഇബ്രാഹിം അലൈഹി സ്വലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമായിരുന്നു. ആ ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഇവിടെ ലയാലിൻ നഷർ എന്ന് പറയുന്നത്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം ഹജ്ജിൻ്റെ നാളുകൾ എന്നുള്ള നിലക്കുള്ള ഈ 10 ദിവസങ്ങൾ എണ്ണപ്പെടുന്നത്. എന്നല്ലാതെ ഇത് ജാഹിലിയ്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് വസ്തുത. അത് ജബ്ബാറിന് ഒരു പക്ഷേ അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് മറച്ചു വെക്കുന്നു. മറച്ചു വെച്ചിട്ട് ആളുകളെ വസുവാസിലാക്കാൻ വേണ്ടി ഇത് തട്ടിവിടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥ ചരിത്രം, അറബികളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, ശുദ്ധമായിട്ടുള്ള നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്നുള്ളതാണ്. യുക്തിവാദി ആയതുകൊണ്ട് ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചരിത്ര വസ്തുതകളോ യാഥാർത്ഥ്യങ്ങളോ മനസ്സിലാക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യേണ്ട ബാധ്യത ഇല്ല എന്ന് മാത്രമല്ല, തനിക്ക് തോന്നിയത് വിളിച്ചു പറയാമെന്നുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി. ആ രീതിയാണ് അദ്ദേഹം ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.